ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. 2 കുരുന്നുകളുടെ മരണം. കോന്നി കരിമാൻതോട് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് മരിച്ച 4 വയസ്സുകാരൻ യദുവിൻ്റെയും 8 വയസ്സുകാരി ആദിലക്ഷ്മിയുടെയും വിയോഗത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ആ നാടിനും കുടുംബത്തിനും. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരും വഴിയാണ് ഓട്ടോ കുഴിയിലേക്ക് മറിഞ്ഞത്. റോഡിൽ പാമ്പിനെ കണ്ട് വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോ സമീപത്തെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ മറ്റ് 4 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, ഏറെ വേദനിപ്പിച്ച ഒരു വാർത്ത. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, അതായത് വീട്ടിലേക്ക് മടങ്ങും വഴി ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. 2 പേരും മരിക്കുന്നു. 4 കുട്ടികൾ ചികിത്സയിലാണ്. ആ വീട്, ആ നാട് എങ്ങനെ ഏറ്റുവാങ്ങുന്നു ഈ വലിയ ദുരന്തത്തെ? കൃഷ്ണജിത്ത്, നാടിനും അതോടൊപ്പം തന്നെ കുടുംബത്തിനും തീരാ നോവായിട്ട് കുരുന്നുകളുടെ വിയോഗം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 4:30 കൂടിയിട്ടാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. കോന്നി കരിമാൻതോട്, അതായത് തൂമ്പാക്കുളത്തിന് സമീപത്തുള്ള കരിമാൻതോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അപകടമുണ്ടായത്. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായിട്ട് ഓട്ടോയിൽ സഞ്ചരിക്കവെയാണ് ആ ഓട്ടോ പെട്ടെന്ന് റോഡിന് സമീപത്തുള്ള വലിയ കുഴിയിലേക്ക് മറിയുകയും 50 അടിയോളം താഴ്ചയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഈ ഒരു അപകടം സംഭവിച്ചത്. 2 കുരുന്നുകൾക്കാണ്. 8 വയസ്സ് പ്രായമുള്ള ആദിലക്ഷ്മി എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയും 4 വയസ്സ് മാത്രം പ്രായമുള്ള യദു കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കുമാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 6 വിദ്യാർത്ഥികളായിരുന്നു ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ആ ഓട്ടോയിൽ ഓട്ടോ ഡ്രൈവറും അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. ആ അമ്മ അപകടമുണ്ടായതിനെ തുടർന്ന് നിലവിളിച്ചതോടു കൂടിയിട്ടാണ് സമീപത്തുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. അങ്ങനെ 5 കുട്ടികളെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വഴി തന്നെ ആദിലക്ഷ്മി എന്ന് പറയുന്ന 8 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ യദു എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കാണാതായതായിട്ട് വീട്ടുകാർ ഇത്തരത്തിൽ സംശയം അറിയിച്ചത്. അതായത് ഗോകുൽ, ഈ കുട്ടിയെ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വയസ്സായ കുട്ടിയെ വളരെ വൈകിയാണ് കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഈ സംഭവം നടന്ന് ഈ കുട്ടി എവിടെയെന്ന് കണ്ടെത്താൻ ഏറെ വൈകി. തീർച്ചയായിട്ടും. അതായത് ഈ ആദ്യഘട്ടത്തിൽ 5 കുട്ടികൾ മാത്രമേ ഓട്ടോയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ 5 കുട്ടികളെ മാത്രമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 6ാമതൊരു കുട്ടി ഉണ്ടായിരുന്ന കാര്യം അവർക്ക് അറിവില്ലായിരുന്നു, ആ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഈ യദു കൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടി വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അവസാനിപ്പിച്ച തെരച്ചിൽ രാത്രി ഏറെ വൈകിയും വീണ്ടും പുനരാരംഭിച്ചത്. ഈ കോന്നി കരിമാൻതോട് എന്ന് പറയുന്ന പ്രദേശം വളരെ ഉള്ളിലുള്ളൊരു പ്രദേശമാണ്, വനപ്രദേശമാണ്, മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ 50 അടിയോളം താഴ്ചയിലേക്കാണ് ഈ ഓട്ടോ മറിഞ്ഞിരിക്കുന്നത്. രാത്രി അവിടെ തെരച്ചിലൊക്കെ ദുഷ്കരമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ 9:30 മണിയോടുകൂടി ഈ കുട്ടിയെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. ഈ ഓട്ടോ മറിഞ്ഞതിൽ നിന്നും ഏറെ ദൂരം മാറിയാണ് യദുകൃഷ്ണനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. പാറകൾക്കിടയിലായിരുന്നു ആ കുട്ടി കിടന്നിരുന്നത്. പക്ഷേ കണ്ടെത്തുമ്പോൾ തന്നെ യദുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത്. എന്തായാലും അതിനുശേഷം പെട്ടെന്ന് തന്നെ കുട്ടിയെ കോന്നിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്തായാലും ഈ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ 2 ആശുപത്രികളിലായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്, മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആദിലക്ഷ്മിയുടെ അച്ഛൻ വിദേശത്താണ്. അദ്ദേഹം വന്നതിന് ശേഷം മാത്രമേ സംസ്കാര നടപടികൾ എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. യദുകൃഷ്ണൻ്റെ കാര്യത്തിലും സമാനമായിട്ട് ഇപ്പോൾ എന്തായാലും സംസ്കാര നടപടികളെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് വീട്ടുകാരിൽ നിന്നും അറിയുവാനായിട്ട് സാധിച്ചത്. ഒപ്പം ബാക്കി 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതിലൊരു വിദ്യാർത്ഥിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. കുട്ടിക്ക് വാരിയലിന് പൊട്ടലുണ്ട്. ആ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഓട്ടോ ഡ്രൈവർക്കും മാതാവിനും, ആ ഓട്ടോയിലുണ്ടായിരുന്ന മാതാവിനും ചെറിയ പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വലിയ അപകടം ഇന്നലെ വലിയ നടുക്കലാണ് ആ നാടിന് മൊത്തം ഉണ്ടാക്കിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ആ 2 കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ വേദനാജനകമായിട്ടുള്ളൊരു ഘടകമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കൃഷ്ണരാജ്, നാടിനെ നടുക്കിയ ആ 2 കുടുംബങ്ങൾക്ക് എന്തുമാത്രം വേദനയുണ്ടാകും എന്ന് ഓർക്കാൻ തന്നെ വയ്യ. അത്രയേറെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്തത്തിനാണ് കോന്നി കരിമാൻകോട് സാക്ഷിയായത്. 2 കുട്ടികൾ, ഓട്ടോറിക്ഷ മരിഞ്ഞ് 4 വയസ്സുകാരനും 8 വയസ്സുകാരിയും. വേദനിപ്പിക്കുന്ന വാർത്ത. ആ ഞെട്ടലിൽ നിന്ന് നാടിപ്പോഴും വിമുക്തമായിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.